വിവാഹത്തിന് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ആത്മഹത്യയ്ക്ക് പ്രേരണയായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 306 പ്രകാരമാണ് കോടതിയുടെ നിരീക്ഷണം. കുറ്റം ചുമത്തപ്പെട്ട സ്ത്രീക്കെതിരായ കുറ്റപത്രം റദ്ദാക്കുന്നതിനിടെയാണ് ജസ്റ്റിസുമാരായ ബി നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് നിർണായക കണ്ടെത്തൽ നടത്തിയത്. മകനുമായി പ്രണയത്തിലായിരുന്ന യുവതി വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് ആത്മഹത്യയ്ക്ക് പ്രേരണയായി എന്നതായിരുന്നു ഇവർക്കെതിരായ കുറ്റം. വിവാഹത്തെ എതിർത്തതിനും മരിച്ചയാൾക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയതിനും ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. കുറ്റപത്രവും സാക്ഷിമൊഴികളും അടക്കം രേഖകളിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയാലും അത് അപേക്ഷകയ്ക്കെതിരെയുള്ള തെളിവായി കണക്കാക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അപേക്ഷയുടെ പ്രവൃത്തികൾ IPC 306 വകുപ്പ് പ്രകാരമുള്ള കുറ്റമാക്കാൻ കഴിയത്തത്ര വിദൂരവും പരോക്ഷവുമാണെന്നും കോടതി കണ്ടെത്തി. മരണപ്പെട്ടയാളെ ആത്മഹത്യയിലേക്ക് നയിക്കത്തക്ക വിധമുള്ളതല്ല അപേക്ഷകയുടെ ആരോപണങ്ങളെന്നും ബെഞ്ച് വ്യക്തമാക്കി. അപേക്ഷകയും കുടുംബവും മരിച്ചയാളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് രേഖയിൽ നിന്ന് മനസ്സിലാക്കാമെന്നും കോടതി പറഞ്ഞു. വാസ്തവത്തിൽ ഈ ബന്ധത്തിൽ അതൃപ്തിയുണ്ടായിരുന്നത് മരണപ്പെട്ടയാളുടെ കുടുംബത്തിനായിരുന്നു. മരണപ്പെട്ടയാളുമായുള്ള വിവാഹത്തോട് അപേക്ഷക വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അത് ആത്മഹത്യയ്ക്ക് നേരിട്ടോ അല്ലാതെയോ കാരണമാവുന്നില്ലെന്നും ബെഞ്ച് കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.